വിഴിഞ്ഞം പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഗ്രാന്റായി നൽകാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് സംബന്ധിച്ച കേന്ദ്ര നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കത്തയച്ചു. തൂത്തുക്കുടി തുറമുഖത്തിന് കിട്ടിയ അതേ പരിഗണന വിഴിഞ്ഞത്തിനും വേണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരണമായി ചേരുന്നു. സെയ്ഫ്, ഈ VGF വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നേരത്തെ തന്നെ കേന്ദ്രം കേരളത്തിന് നൽകിയതല്ലേ? അത് തിരിച്ചു തരണമെന്നാവശ്യപ്പെടുകയല്ലേ കേന്ദ്രം ചെയ്തു നേരത്തെ? നൽകുന്നത്. പക്ഷെ അത് ഗ്രാൻഡായിട്ട് നൽകി എന്നതിനപ്പുറത്തേക്ക് അത് വായ്പയാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ നിലപാട് അജിംസ്. അതുകൊണ്ട് ആ പണം തിരികെ നൽകേണ്ടതുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. അങ്ങനെ അത് വായ്പയായി തിരികെ നൽകുമ്പോൾ സംസ്ഥാന സർക്കാരിന് കിട്ടിയ GST കേന്ദ്ര സർക്കാരിനകത്ത് GST കിട്ടുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് കിട്ടിയ തുകയേക്കാൾ കൂടുതൽ അത് വായ്പയായി തിരിച്ചടവ് നൽകുമ്പോൾ അവർക്ക് കിട്ടും എന്നുള്ള നിലപാടിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തൂത്തുക്കുടി തുറമുഖവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് VGF നൽകുമ്പോൾ അത് ഗ്രാൻഡായിട്ടാണ് തൂത്തുക്കുടി തുറമുഖത്തിന് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ആ നിലപാടിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. കേന്ദ്ര ധനമന്ത്രി അടക്കമുള്ളവരുടെ മുന്നിലേക്ക് VGF എന്നുള്ളത് അത് വായ്പയല്ല, ഗ്രാൻഡായി നൽകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അങ്ങനെ വീണ്ടും സംസ്ഥാന സർക്കാരിന് ഒരു കത്ത് അവർ അയക്കുന്നുണ്ടായിരുന്നു. ഇത് വായ്പയാണ്, അത് നിങ്ങൾ തിരിച്ചടയ്ക്കണം എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് വീണ്ടും സമീപിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് കത്തയച്ചുകൊണ്ട് 817 കോടി രൂപ എന്നത് അത് നിങ്ങൾ ഗ്രാൻഡായി തന്നെ നൽകണം, തൂത്തുക്കുടിയോട് സമീപിച്ച സമീപനം തന്നെ വിഴിഞ്ഞത്തോടും നിങ്ങൾ സ്വീകരിക്കണം, അത് ഗ്രാൻഡായി നൽകിയാൽ മാത്രമേ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം ഉണ്ടാവുകയുള്ളൂ. കേന്ദ്ര സർക്കാരിന് GST ആയിട്ട് പണം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അത് ഗ്രാൻഡായി തന്നെ നൽകണം, വായ്പയായി അത് പരിഗണിക്കരുതെന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാർ വീണ്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ എങ്ങനെ പരിഗണിക്കും എന്നുള്ള ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം വയനാടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കേന്ദ്രത്തിന്റെ ഒരു അവഗണന നേരിടുകയാണ്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനത്തോട് സ്വീകരിച്ച നിലപാടല്ല വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള ആലോചന പോലും സംസ്ഥാന സർക്കാരിന്റെ തലത്തിൽ നടക്കുന്നുണ്ട്. ജെയിംസ്.